ഡ്രാഗൺ ബൂസ്റ്റർ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വളരെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ഒരു ആക്ഷൻ പാക്ഡ് കാർട്ടൂണാണ്. ബിയു, അർത്ത പെൻ, കെയ്ൻ, മൂർഡ്രിഡ്, പവർഫുൾ ഡ്രാഗൺസ്, ഡ്രാഗൺ റേസസ് എല്ലാം കൂടെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഏറ്റവും എക്സൈറ്റിംഗ് കാർട്ടൂൺസിൽ ഒന്നായിരുന്നു. പക്ഷെ ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ ഈ കാർട്ടൂൺ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കാം. തിയറി പ്രകാരം ബിയു സാധാരണ റൈഡർ അല്ല. അവൻ ജനിച്ചത് തന്നെ ഡ്രാഗൺ ബൂസ്റ്റേഴ്സിന് ആവാൻ വേണ്ടിയായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകത്തിൽ ആയിരക്കണക്കിന് റൈഡേഴ്സ് ഉണ്ട്, പക്ഷെ ഡ്രാഗൺ ഐ എന്തുകൊണ്ടാണ് ബിയുവിനെ മാത്രം തിരഞ്ഞെടുത്തത്? അതൊരു കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഡെസ്റ്റിനി ആണോ? തിയറി പറയുന്നത് ഡ്രാഗൺ ഐ ഒരു ടൂൾ മാത്രമല്ല, അത് ജീവനുള്ള ഒരു ആൻഷ്യൻ ഒബ്ജക്റ്റ് ആയിരിക്കും. അത് തന്നെ അതിൻ്റെ അടുത്ത ഡ്രാഗൺ ബൂസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഡ്രാഗൺ ബൂസ്റ്റർ ആവാൻ കഴിയാത്തത്. മറ്റൊരു സ്ട്രേഞ്ച് ഡീറ്റെയിൽ എന്താണെന്നാൽ, ബിയു ഡ്രാഗൺ ബൂസ്റ്ററായി മാറുന്നതിന് ശേഷം അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറുന്നു. അവൻ സാധാരണ ഡ്രാഗൺ റേസസിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷേ ഡ്രാഗൺ ആയി കിട്ടിയതിന് ശേഷം ലോകത്തിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഹീറോ ആയി മാറുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. തിയറി പ്രകാരം ഡ്രാഗൺ ബൂസ്റ്റർ എന്നത് ഒരു ബഹുമതിയല്ല, അതൊരു ബേർഡനാണ്, ഒരു വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഓരോ ഡ്രാഗൺ ബൂസ്റ്ററും വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ എന്താണെന്നാൽ, മൂർഡ്രിഡ് എപ്പോഴും ഡാർക്ക്നെസ്സിനെ തേടി നടക്കുന്നു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, അവൻ ജനിച്ചപ്പോൾ തന്നെ ഈവിളായിരുന്നു. തിയറി പ്രകാരം മൂർഡ്രിഡ് യഥാർത്ഥത്തിൽ വില്ലൻ അല്ല, അവൻ ഡാർക്ക്നെസ്സിന്റെ വിക്ടിമാണ്. ചെറുപ്പത്തിൽ തന്നെ വലിയ പവർ അവനെ ജീവിതം മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് അവൻ ഡാർക്ക്നെസ്സിൽ അകപ്പെടാത്തത്. ഒരുപക്ഷെ മൂർഡ്രിഡ് ഒരിക്കലും ഒരു ഹീറോ ആവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷേ പവറിനെ കുറിച്ചുള്ള ആഗ്രഹം അവനെ മാറ്റിമറിച്ചു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ എന്താണെന്നാൽ, ഡ്രാഗൺ സാധാരണ ജീവികൾ പോലെയല്ല. അവർ മനുഷ്യരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, റൈഡേഴ്സിനെ വിശ്വസിക്കുന്നു. പല പ്രാവശ്യം അവർ മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ളവർ പോലെ കാണപ്പെടുന്നു. തിയറി പ്രകാരം ഡ്രാഗൺസ് സാധാരണ ആനിമൽസ് അല്ല, അവർ ഭൂമിയുടെ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്ന പുരാതന ജീവികളായിരിക്കും. അതുകൊണ്ടാണ് ഡ്രാഗൺ ബൂസ്റ്റേഴ്സ് അവരെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡ്രാഗൺ ബൂസ്റ്റേഴ്സും ഹ്യൂമൻസും തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന്റെ ബാലൻസ് തന്നെ മാറിപ്പോകുന്നത് പോലെ. അതുകൊണ്ടാണ് ഡ്രാഗൺ ബൂസ്റ്റർ എപ്പോഴും സമാധാനം കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. മറ്റൊരു തിയറി പ്രകാരം അർത്തബെൻഡിൽ നടക്കുന്ന റേസസ് എന്റർടൈൻമെന്റ് വേണ്ടി മാത്രമല്ല, അതൊരു ടെസ്റ്റാണ്, സ്ട്രോങ്ങസ്റ്റ് റൈഡേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഡ്രാഗൺസ് ആരാണ് വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യൻ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. അതുകൊണ്ടാണ് ഓരോ റേസും വളരെ പ്രാധാന്യമുള്ളത്. മറ്റൊരു സ്കെയറി ഡീറ്റെയിൽ എന്താണെന്നാൽ, ഡ്രാഗൺ ഐ പല പ്രാവശ്യം ബിയുവിനെ ഡേഞ്ചറിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഡ്രാഗൺ ഐ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ഡ്രാഗൺ ഐക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുൻപേ അറിയാമെങ്കിലോ? അതുകൊണ്ടാണ് ബിയു എപ്പോഴും കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. മറ്റൊരു ഇമോഷണൽ ഡീറ്റെയിൽ എന്താണെങ്കിൽ, ബിയു എപ്പോഴും സന്തോഷത്തോടെ കാണപ്പെടുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ ചിരിക്കുന്നു, റേസിൽ പങ്കെടുക്കുന്നു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ലോകത്തിന്റെ സമാധാനം തന്റെ കയ്യിലാണെന്ന് അറിയുന്ന ഒരാളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ ബിയുവിനുള്ളിൽ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ടാകും, പക്ഷെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ അത് പുറത്ത് കാണിക്കുന്നില്ല. അത് തന്നെ ആയിരിക്കും അവന്റെ ഏറ്റവും വലിയ ത്യാഗം. മറ്റൊരു സ്ട്രേഞ്ച് ഡീറ്റെയിൽ എന്താണെന്നാൽ, ഓരോ സീസണിലും പുതിയ വില്ലൻസ് വരുന്നു, പുതിയ ഡേഞ്ചേഴ്സ് വരുന്നു, പക്ഷേ യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. തിയറി പറയുന്നത് ഡ്രാഗൺ ബൂസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ഡ്രാഗൺ ബൂസ്റ്റർ പോയാൽ മറ്റൊരുവൻ വരും. അത് ജന്മജന്മമായി തുടരുന്ന ഒരു സൈക്കിളാണ്. അതുകൊണ്ടാണ് സമാധാനം പൂർണ്ണമായി ഒരിക്കലും വരാത്തത്. മറ്റൊരു ഡാർക്ക് പോസിബിലിറ്റി എന്താണെന്നാൽ, ഒരുപക്ഷെ ഡ്രാഗണായി തന്നെ ഈ സൈക്കിൾ തുടരുന്നതിന് കാരണമായിരിക്കും. അതെപ്പോഴും ഒരു പുതിയ ഹീറോയിനെ തിരഞ്ഞെടുക്കുന്നു, അതെപ്പോഴും ഒരു പുതിയ യുദ്ധം ആരംഭിക്കുന്നു, അതെപ്പോഴും ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഡ്രാഗൺ ബൂസ്റ്ററുടെ കഥ അവസാനിച്ച് ഡ്യൂട്ടി അവസാനിക്കില്ല. പക്ഷേ ഏറ്റവും ഡാർക്കായ തിയറി ഇനിയാണ്, ബിയു ഒരു ഹീറോ മാത്രമല്ല, അവൻ അടുത്ത ഡ്രാഗൺ ബൂസ്റ്ററാണ്. ഒരു ദിവസം അവനും ഡ്രാഗൺ ആയി മറ്റൊരാൾക്ക് നൽകണം എന്നുണ്ട്. പിന്നെ പുതിയ ഒരാൾ ഈ യുദ്ധം തുടരും. കാരണം ഡ്രാഗൺ ബൂസ്റ്റർ എന്നത് ഒരു പേരല്ല, അത് അവസാനിക്കാത്ത ഒരു ഉത്തരവാദിത്വമാണ്. ഫൈനൽ ഡാർക്ക് തിയറി എന്താണെന്നാൽ, ഡ്രാഗൺ ബൂസ്റ്ററിൽ ബിയു ഒരു ഹീറോ മാത്രമല്ല, അവസാനിക്കാത്ത ഒരു സൈക്കിളിൽ പെട്ടുപോയ അടുത്ത ഡ്രാഗൺ ബൂസ്റ്ററാണ്. ഒരു ഹീറോ പോകുമ്പോൾ മറ്റൊരു ഹീറോ വരും, പക്ഷെ ലോകത്തെ സംരക്ഷിക്കാനുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ഡ്രാഗൺ ബൂസ്റ്റർ എന്ന കാർട്ടൂൺ നമ്മൾ പണ്ട് എൻജോയ് ചെയ്ത് കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ്. ഒരു ആക്ഷൻസ് പാക്ഡ് ആയ ഈ കാർട്ടൂണിൽ നമ്മൾ ഇങ്ങനൊരു തിയറി വരുന്ന ഒരിക്കലും ചിന്തിക്കില്ല. അപ്പം നിങ്ങൾ ഈ തിയറി വെച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ കാർട്ടൂൺ ഒന്നുകൂടെ മൊബൈലിൽ വാച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഡാർക്ക് സൈഡ് വ്യക്തമാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ മല്ലു മിസ്റ്റർ സൈനിങ് ഔട്ട്.